അച്ഛൻ്റെ നാളെ തന്നെ പോയി. ഞങ്ങൾ ഈ കുറേ തെണ്ടികളെല്ലാം കൂടെ തുടങ്ങിയതാണ് ട്രൂപ്പ്. വീട്ടിൽ തന്നെയാണ് മിക്കവാറും തെണ്ടികളെന്ന് നാടകത്തിൽ ഡയലോഗുണ്ട്. അച്ഛൻ ഏറ്റവും കൂടുതൽ ലോകത്തിൽ ബഹുമാനിച്ചിട്ടുള്ള ഒരാൾ സുഭാഷ് ചന്ദ്രബോസാണ്. പക്ഷെ പറയാതെ സുഭാഷ് ചന്ദ്രബോസ് ഈ രാജ്യം ഭരിക്കുകയായിരുന്നു, ഇന്ത്യ സ്വതന്ത്രമായിട്ട്, തീർച്ചയായിട്ടും ഇന്ത്യ ഇതായിരിക്കില്ല, മറ്റൊന്നായിരിക്കും എന്ന്. അവിടെ വെച്ചാണ് അച്ഛൻ ആദ്യമായിട്ട് നാടകം എഴുതുന്നത്. അവിടെ അവതരിപ്പിക്കാൻ അത് സുഭാഷ് ചന്ദ്രബോസ് കണ്ടു ആ നാടകം. അതേ നാടകം കണ്ട് കരഞ്ഞു. അച്ഛനെക്കാളും 1.5 വയസ്സ് മൂത്തത് അമ്മ. ചേച്ചിന്നാ വിളിച്ചുകൊണ്ടിരുന്നത്. ചേച്ചിയാണ് പ്രേമിച്ചത്. ഇനി എൻ്റെ നേരെ ആരാദ്യം വന്നാലും അവനെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞ ഒറ്റയ്ക്ക് അങ്ങനെ ചേച്ചയ്ക്ക് എടുത്തു. നമസ്കാരം. എത്ര പ്രശസ്തിയുടെ കൊടുമുടിയിൽ കയറിയാലും ചിലർ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് അവരുടെ അച്ഛൻ്റെ തണലിലായിരിക്കും. അങ്ങനെ ഒരു അച്ഛനുണ്ടാവുക എന്നത് ഒരു മഹാഭാഗ്യം തന്നെയാണ് ആർക്കാണെങ്കിലും. അങ്ങനെ ഒരു അച്ഛനെക്കുറിച്ച് അഭിമാനിച്ചു കൊണ്ടിരിക്കുന്ന സിനിമാ ജീവിതത്തിൻ്റെ അരനൂറ്റാണ്ട് പിന്നിട്ട അത്ഭുത പ്രതിഭാസമാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. മറ്റാരുമല്ല, വിജയരാഘവൻ. നമസ്കാരം. ഞാൻ അച്ഛനെക്കുറിച്ച് പറഞ്ഞാൽ തുടങ്ങിയത്, എനിക്ക് ഏറ്റവും കൗതുകമായി തോന്നിയൊരു കാര്യം, ജനിച്ചത് മലേഷ്യയിലാന്ന് പറഞ്ഞു. അതെ. എന്താ അതിൻ്റെ ഒരു സാഹചര്യം എന്താണ്? അച്ഛൻ അറിയാൻ ആത്മകഥ വായിച്ചിട്ടില്ല. 19 വയസ്സിൽ ഇവിടുന്ന് നാട് വിട്ടു. അങ്ങനെ ജോലി അന്വേഷിച്ച് പോകാൻ കാരണങ്ങളൊന്ന് അമ്മയോടുള്ള പ്രണയം, അതൊരു കാര്യമായിരുന്നു. കാര്യം വെച്ചാൽ അപ്പോഴേ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 19 വയസ്സ് അച്ഛൻ ഇന്റർമീഡിയറ്റിന് പഠിക്കുമ്പോൾ CMS കോളേജ്. അന്ന് അച്ഛൻ്റെ അച്ഛൻ ഇവിടെ ഉളശേവൻ താമസിച്ചു. ശരിക്കും പറഞ്ഞാൽ അച്ഛൻ വൈക്കത്തുകാരനാണ്. അച്ഛൻ വില്ലേജ് ഓഫീസറായിരുന്നു അന്ന്. പഴയ പ്രവർത്തിയാർ, അദ്ദേഹം പ്രവർത്തിയാരാണല്ലോ. വലിയ അധികാരമാണ്. പ്രവർത്തിയാർ അദ്ദേഹത്തിന് വലിയ ആൾക്കാർക്ക് വലിയ കാര്യം. അങ്ങനെ പെൻഷൻ ആകുന്ന സമയത്ത് ഇവിടെ വന്നു. കൊടമാളൂർ നിന്നിട്ടുണ്ട്, ഏറ്റുമാനൂർ, അങ്ങനെ പല സ്ഥലങ്ങളിലും, പിറവത്ത്. അങ്ങനെ ഉളശ വന്നപ്പോൾ ഈ പുള്ളിക്കുന്നത് ഇപ്പം ഇരിക്കുന്ന ഈ വീട് അച്ഛൻ്റെ ഒരു അമ്മാവൻ്റെയാണ്. പുള്ളി അവർ പാച്ചുപിള്ള എന്നാണ്. അദ്ദേഹം അത്യാവശ്യം നാടകമൊക്കെ എഴുതുന്ന ആളായിരുന്നു. നളൻ പാച്ചുപിള്ള എന്നാണ് പുള്ളി അറിയപ്പെടുന്നത്. അത് നളനായിട്ട് അഭിനയിക്കാൻ ഭയങ്കര അന്നത്തെ അങ്ങനെയാണല്ലോ. അപ്പോൾ അദ്ദേഹം വിവാഹം കഴിച്ചത് അമ്മയുടെ ഒരു മുത്തശ്ശിയാണ്. അപ്പം എടപ്പുറമ്പത്താണ് അമ്മയുടെ വീട്. എടപ്പുറമ്പത്തെ കുടുംബത്തിലെ ഒരു സ്ത്രീയെയാണ് ഇങ്ങനെ കല്യാണം കഴിച്ചത്. അപ്പം ഇങ്ങനെ വൈക്കംകാരനാണ്. അപ്പം ഇങ്ങനെ അച്ഛൻ്റെ ബന്ധുവാണ്, അമ്മാവനാണ്. അങ്ങനെ ഇവിടെ വന്നപ്പോൾ അങ്ങനെ വിചാരിച്ചു, അച്ഛൻ നമുക്ക് ഇവിടെയും കൂടിയേക്കാം, ഈ പെൻഷനായിട്ട് ശിഷ്ടകാലം ഇവിടെ കൂടാം. അച്ഛൻ്റെ അച്ഛൻ തന്നെ അപ്പം ഇങ്ങോട്ട് മാറി. ഇങ്ങനെ ഇവിടെ ഇതിന് വന്നു, ഇങ്ങനെ ജോലിക്കായിട്ട് വന്നിട്ട് പെൻഷനായത് കോട്ടയത്ത് വെച്ചാൽ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അങ്ങായി. അപ്പോൾ പിന്നെ അവിടെ സ്ഥലം മേടിച്ചു. പിന്നെ ബാക്കി പെൻഷൻ കിട്ടുന്ന ബാക്കി കുറച്ച് തുക കൊണ്ട് എന്തൊരു ചെറിയ കച്ചവടമൊക്കെ തുടങ്ങി. ബാക്കി പൈസ ബാങ്കിൽ വിട്ടു. അങ്ങനെ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പറഞ്ഞ അച്ഛൻ്റെ ബന്ധമുണ്ടല്ലോ, അച്ഛൻ അമ്മയുടെ വീട്ടിലൊക്കെ പോകും. അമ്മയ്ക്കൊരു ബ്രദറുണ്ട്, ശിവനാപിള്ള. ഇവർ അച്ഛനേക്കാൾ ശകലം ശിവനാച്ചേട്ടാന്നാണ് വിളിക്കുന്നത്. ശകലം പ്രായക്കുള്ളുണ്ട്. അപ്പോൾ അങ്ങനെയായിട്ട് നല്ല പരിചയമാണ്. അപ്പോൾ അങ്ങനെ പോയി ആ അമ്മയെ കണ്ടത്. അപ്പം അമ്മയെ കണ്ട് ഇഷ്ടമായി. അച്ഛനേക്കാളും 1.5 വയസ്സ് മൂത്തത് അമ്മ. ചേച്ചിന്നാ വിളിച്ചുകൊണ്ടിരുന്നത്. ചേച്ചിയാണ് പ്രേമിച്ചത്. അല്ല, അന്നേരം ആദ്യം പ്രേമമൊന്നും ഇല്ലായിരുന്നല്ലോ പറയുന്നത്. അത് എന്തൊരു അമ്മയുടെ പെരുമാറ്റങ്ങൾ കൂടെയൊക്കെ. അമ്മയുടെ ജീവിതം വെച്ചാൽ അമ്മയ്ക്ക് 13-14 വയസ്സിലാണ് അമ്മയുടെ അമ്മ പ്രസവിച്ചത്. പിന്നെ ഇങ്ങനെ പ്രസവങ്ങൾ അടുത്തടുത്ത് നടന്നുകൊണ്ടിരിക്കുക. അപ്പം അമ്മയ്ക്ക് അനിയത്തിമാരെയൊക്കെ നോക്കേണ്ട ചുമതല വന്നു. 4ാം ക്ലാസ് വരെ അമ്മ പഠിച്ചുള്ളൂ. അടുത്ത് പ്രസവിക്കുമ്പോൾ ഇപ്പോൾ സ്കൂളിൽ പോയില്ല. അപ്പം അങ്ങനെ അമ്മ വീടെല്ലാം നോക്കുന്ന ഒരു, പിന്നെ സാവിത്രിയുടെ ശീലാവതിയുടെയൊക്കെ പുസ്തകങ്ങളൊക്കെ വായിച്ചു വളർന്ന ഒരാളാണ്. അത്യാവശ്യം വായിക്കുമായിരുന്നു. അപ്പം അങ്ങനെ അച്ഛനും പരിചയമായി. ഈ സമയത്ത് അച്ഛനും ഭയങ്കര നാക്കും ഭയങ്കര നുണ അസലായിട്ട് പറയുന്ന ഒരു സ്ത്രീയായിരുന്നു. അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ നാടകൃത്താകാൻ കാരണം അമ്മയുടെ ഈ നുണകളാണ്. അല്ല, ഭംഗിയായിട്ട് അരച്ചു ചേർത്ത് പോലെ നുണ പറയും. അച്ഛൻ പറയും ചുമ്മാ വീട്ടിലിരിക്കുമ്പോഴത്തേക്കും അച്ഛനോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം അമ്മാവൻ വരുന്നത്, നാണക്കുട്ടാ നീ അങ്ങോട്ട് പൊക്കോ, ഓപ്പ് വരുന്നുണ്ട്. വന്ന് ചുണ്ടൊക്കെ അങ്ങോട്ട് വിറയ്ക്കാൻ തുടങ്ങും. എന്തായാലും എൻ്റെ ഒറ്റ കരച്ചിലാണ്. അതിങ്ങനെ സ്വിച്ചിട്ട പോലെയാ.
എന്നിട്ട് പിന്നെ കുടുംബകാര്യത്തിൽ എന്തോ കാര്യം സാധിക്കാൻ വേണ്ടിയുള്ള ഇങ്ങനത്തെ ഇതൊക്കെ കണ്ടാണ് അച്ഛൻ വളർന്നത്. ഈ അമ്മ ഈ വിവരം അറിഞ്ഞിങ്ങനെ ചെറിയ ഇഷ്ടമുണ്ടെന്നൊക്കെ ഈ സമയത്ത് ഒരു കല്യാണാലോചന വന്നു അച്ഛന്. ഈ 19 വയസ്സിൽ. അപ്പോൾ കല്യാണാലോചന പ്രധാന കാരണം വെച്ചാൽ അച്ഛൻ്റെ ആഗ്രഹം അച്ഛനെ വക്കീലാക്കണമെന്നായിരുന്നു. ഓക്കെ. അപ്പോൾ പഠിപ്പിച്ച് വക്കീലാകും, അതിനുള്ള പൈസയില്ല. അപ്പോൾ അവർ പഠിപ്പിച്ചോളും, വലിയ പൈസക്കാരാണ്. അങ്ങനെയാണ് കല്യാണം വന്നത്. അപ്പോൾ അച്ഛൻ അത് കേട്ടപ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ടായി. അപ്പോൾ ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റുള്ളൂ. ഈ പറഞ്ഞ അമ്മയുടെ അല്ല പ്രാകും, നീ അവിടെ പോയി കല്യാണം നീ മുടിഞ്ഞു പോവുള്ളൂ, അങ്ങനത്തെ പ്രാക്കും. അപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമില്ലായിരുന്നു. അമ്മയ്ക്ക് ഇഷ്ടമല്ല. അല്ലല്ല, അപ്പോഴും ചില അച്ഛനെ വക്കീലാക്കി വലിയ ആളാക്കണം എന്നല്ലേ. അങ്ങനെ അച്ഛൻ ഇന്റർവ്യൂ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ പറഞ്ഞു അമ്മയുടെ ചേട്ടനും താല്പര്യം പറഞ്ഞു നമുക്ക് പോവാം. അന്ന് സിംഗപ്പൂരിന് പോകാൻ പാസ്പോർട്ട് മതി. സിംഗപ്പൂരിന് ആദ്യം പോകുന്നത്. അതെ അതെ, മലേഷ്യ. അപ്പോൾ അങ്ങനെ രണ്ടുപേരും കൂടെ ആരോടും പറയാതെ അമ്മയോട് അച്ഛൻ പറഞ്ഞു. അന്നാണ് അച്ഛൻ ഡിക്ലെയർ ചെയ്യുന്നത് പ്രണയമാണെന്ന്. അമ്മയോട് പറഞ്ഞു എനിക്ക് ഇഷ്ടമാണെന്ന്. ഞാൻ വന്നിട്ട് കല്യാണം കഴിക്കുന്നു പറഞ്ഞു. അമ്മ കുറച്ച് നേരം നോക്കിയിട്ട് ചോദിച്ചു വാശിയാണോ എന്ന് ചോദിച്ചു. അച്ഛൻ വാശിയാണ്. ഇപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഇപ്പോഴും അറിയാൻ വേണമെന്ന് അച്ഛൻ ആത്മകഥ എഴുതിയിട്ടുണ്ട്. ആ വാശിയായിരുന്നു. അച്ഛൻ പോയി അവിടെ പോയി 1.5 രൂപയും തകരപ്പെട്ടിയായിട്ടാണ് അച്ഛൻ ഇറങ്ങുന്നത്. പിന്നെ അവിടെ ചെന്നാൽ ജോലി കിട്ടുമെന്ന് വിചാരിച്ച് എവിടെ അങ്ങനെ കുറേ സ്ഥലത്ത് ഇങ്ങനെ ഒരു ജേർണലിസ്റ്റായിട്ട് കുറച്ചാണ് വർക്ക് ചെയ്തത്. അവിടെ വെച്ചാണ് വിശ്വകേരള എന്നുള്ള പത്രം തുടങ്ങി. അതുകൊണ്ടാണ് വിശ്വകേരള കലാസമിതി തുടങ്ങിയത്. ജേർണലിസ്റ്റ് ആയിരുന്നു. അച്ഛൻ പോൾ മുനിയെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. മനസ്സിലായിരുന്നു ആ സമയം സെക്കൻഡ് വേൾഡ് വാർ. സമയം. അപ്പം അങ്ങനെ അവിടെ ചെന്നു പല ജോലികളും ചെയ്തു. പിന്നെ ഈ മെറ്റീരിയൽ മേടിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ഡ്രസ്സറായിട്ട് ഡ്രസ്സർ പരീക്ഷയുണ്ട്. ഡ്രസ്സർ പരീക്ഷ പാസ്സായ ജോലി കിട്ടും, എളുപ്പമാണ്. ഈ എസ്റ്റേറ്റിലൊക്കെ ചെറിയ ജോലിക്കാർക്ക് വേണ്ടി മരുന്നൊക്കെ കൊടുക്കാനും പിന്നെ ചെറിയ മുറിവൊക്കെ കീറാനും ഒക്കെ പറ്റും. പിന്നെ അതിവിടെ വന്നു കഴിഞ്ഞാൽ 2 വർഷം കഴിഞ്ഞാൽ LMB കിട്ടും, അല്ലെങ്കിൽ MBBS. അപ്പോൾ അത് പഠിച്ചു. അങ്ങനെ ജോലി അത്യാവശ്യം കൊള്ളാവുന്നൊരു ജോലിയായി. ആ സമയത്താണ് സുഭാഷ് ചന്ദ്രബോസ് വരുന്നു. INA അവരെ കണ്ടെന്ന് തോന്നുന്നു. ഇല്ലില്ല, വരുന്നു. സുഭാഷ് ചന്ദ്ര ഇവിടുന്ന് പൊട്ടി ചാടി പോയല്ലോ. അപ്പോൾ ഇത് ഭയങ്കര ന്യൂസായിരുന്നു. സുഭാഷ് ചന്ദ്രബോസ് വരുന്നു, INA പുനരുദ്ധരിക്കാൻ പോകും. INA തുടങ്ങി കഴിഞ്ഞല്ലോ നേരത്തെ. യുദ്ധം പുറപ്പെട്ടു. INA, സുഭാഷ് ചന്ദ്രബോസ്, അങ്ങനെ ഇവർ പോയി. ജപ്പാൻ പക്ഷം ചേർന്നു. ആ ഭാഗം ചേരാൻ തീരുമാനിച്ചു. അങ്ങനെ അങ്ങോട്ട് പോയി യുദ്ധത്തിൽ പങ്കെടുത്ത്. അപ്പോൾ അങ്ങനെ പോയി. പിന്നെ വീട്ടിൽ പോയി എന്ന് അറിഞ്ഞു. വീട്ടിൽ INA അമ്മയ്ക്ക് എഴുത്തയച്ചിരുന്നു, INA ചേർന്നു എന്നൊക്കെ. പിന്നെ എഴുത്തയക്കാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ ആരും വിവരമില്ല. പിന്നെ അച്ഛനും അതിലകത്തൊക്കെ മുഴുകി. അവിടെ വെച്ചാണ് അച്ഛൻ ആദ്യമായിട്ട് നാടകം എഴുതുന്നത്. അവിടെ അവതരിപ്പിക്കാൻ അത് സുഭാഷ് ചന്ദ്രബോസ് കണ്ടു ആ നാടകം. നാടകം കണ്ടിട്ട് കരഞ്ഞു. അപ്പം ഇന്ന് വേറെ അത്ഭുതം ഉണ്ടായി. ഇത് ഇടയ്ക്ക് വെച്ച് പറയാം. എന്നെ ഒരു 2 വർഷം മുമ്പ് നമ്മുടെ കോവിഡ് സമയത്ത് ഒരു പയ്യൻ വിളിച്ചു. ചെറുപ്പക്കാരനാണ്. അയാൾ പറഞ്ഞ് 28-30 വയസ്സുണ്ട്. അയാൾ ഈ INA പറ്റിയുള്ള കവിതകൾ എഴുതിയ അത് ശേഖരിച്ചിട്ട് അതിനെപ്പറ്റി എന്തോ റിസർച്ച് ചെയ്യുന്നുണ്ട്. അയാൾ ബംഗാളിൽ ഒരാളെ കണ്ടു. ആളെ കണ്ടപ്പോൾ അയാൾ INA-യിലുണ്ടായിരുന്നു. അയാൾ ഈ വിവരം പറഞ്ഞു. അതായത് ഒരു മലയാളിയാണ്, ഒരു നാടകം എഴുതി. ആ നാടകം സുഭാഷ് ചന്ദ്രബോസ് കണ്ടു, അത് അദ്ദേഹം കരഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അയാൾ ഇപ്പം അച്ഛൻ്റെ ആത്മകഥ വായിച്ചിട്ട് എന്നെ വിളിച്ചത്. ഇവിടെ വരാമെന്ന്. പിന്നെ ഈ കോവിഡ് സമയത്തായിരുന്നു അത്. അപ്പം അങ്ങനെയാണ് അവിടെ വെച്ചാണ് ആദ്യമാണ് നാടകം ഇംഗ്ലീഷിലാണ് എഴുതിയത്. ഇംഗ്ലീഷ് ഭാഷ നല്ല അച്ഛൻ അസലായിട്ട് പുസ്തകം വായിക്കുക. എന്നാൽ ഈ CMSE പഠിക്കുന്ന പോലെ നന്നായിട്ട് വായിക്കുമായിരുന്നു. എപ്പോഴും വായന തന്നെയായിരുന്നു. അപ്പം അങ്ങനെ പിന്നെ അവിടുത്തെ സായിപ്പന്മാരൊക്കെ ഉള്ള കമ്മ്യൂണിക്കേഷനൊക്കെ ഭയങ്കര വൊക്കാബുലറി ആണ് വെച്ചത്. മാത്രമല്ല ഒരു വാക്ക് അത് അതിൻ്റെ ഒറിജിൻ എവിടെയാണ് എന്താണ് കൃത്യമായിട്ട് അറിയാമായിരുന്നു. പെട്ടെന്ന് പറയുമായിരുന്നു. എന്നിട്ട് പറയും ഞാൻ നോക്കട്ടെ, ഉടനെ ഡിക്ഷണറി എടുത്ത് നോക്കും, കറക്റ്റായിരിക്കും. അങ്ങനെയാണ് പഠിച്ചു വരുന്നത്. അങ്ങനെ എല്ലാം മനസ്സിലാക്കിയത്. അതെ. അങ്ങനെ ഇംഗ്ലീഷാണ് ആദ്യം എഴുതുന്നത്. അതെ. അതുകൊണ്ട് അത് എല്ലായിടത്തും എത്തിക്കുകയും ചെയ്തു തോന്നുന്നു, എല്ലാ ഭാഷയിലും എത്തിച്ചെന്ന് തോന്നുന്നു. ഇല്ലില്ല, ആ നാട് അവിടെ കൊണ്ട് തീർന്നു. അവിടെ അന്ന് കളിച്ചു. അന്ന് ഇദ്ദേഹം അച്ഛനൊരു പേഴ്സ് കൊടുത്തു. ഒരു പേഴ്സ്, ഒരു ബാഡ്ജും. സുഭാഷ് ചന്ദ്രബോസ്. ആ പേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അത് ദ്രവിച്ചു പോയി. അച്ഛൻ പറഞ്ഞു ആ പേഴ്സ് എന്ന് ദ്രവിച്ചു പോയോ അന്ന് പോലെ ഞാൻ ഗതി പിടിച്ചിട്ടുള്ളത് അതുവരെ. പക്ഷെ അച്ഛനെ ഏറ്റവും അച്ഛൻ മനസ്സിൽ അച്ഛൻ്റെ ഒരു ഹീറോ എന്ന് പറയാൻ, അച്ഛൻ ഏറ്റവും കൂടുതൽ ലോകത്തെ ബഹുമാനിച്ചിട്ടുള്ള ഒരാൾ സുഭാഷ് ചന്ദ്രബോസാണ്. പക്ഷെ പറയാതെ സുഭാഷ് ചന്ദ്രബോസ് ഈ രാജ്യം ഭരിക്കുകയായിരുന്നു, ഇന്ത്യ സ്വതന്ത്രമായിട്ട് തീർച്ചയായിട്ടും ഇന്ത്യ ഇതായിരിക്കില്ല, മറ്റൊന്നായിരിക്കും എന്ന്
അച്ഛൻ അല്ല, ഇപ്പോഴും വേണ്ടതായിരുന്നു, ചരിത്രം മാറിപ്പോയി പറഞ്ഞിട്ട് അതെ കാര്യം. അതെ അതെ. അല്ല, ഈ എനിക്ക് തോന്നുന്നത് എന്നിട്ട് ഈ യുദ്ധത്തിൽ തോറ്റപ്പോ ഉം. എനിക്കൊന്ന് ഇദ്ദേഹവും പിടിക്കപ്പെട്ടു. അല്ല, അങ്ങനെ ഇവർ റംഗൂണിൽ വന്ന്, റംഗൂൺ വെച്ചാണ് ഇതൊക്കെ ആയത്. തോറ്റു. തോറ്റു ഇവർ കുറേ നേരം അവിടെയൊക്കെ കറങ്ങി നടന്നു. പിന്നെ ബാങ്ക് റോബറിയൊക്കെ നടത്തി. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ പിടിക്കപ്പെടും എന്ന് തോന്നിക്കഴിഞ്ഞപ്പോഴത്തേ അവിടെ തന്നെ ഒരു ഇംഗ്ലീഷുകാരൻ്റെ ക്യാൻറ്റീനിൽ, ഇംഗ്ലീഷുകാരുടെ ക്യാൻറ്റീനിൽ തന്നെ ജോലി ചെയ്തു. അപ്പം സംശയിക്കുമല്ലോ. പക്ഷെ പിടിച്ചു അങ്ങനെ നേരെ അവിടെ രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഇല്ല, അവിടുന്ന് കൽക്കട്ടയെ കൊണ്ടുവന്നിട്ട് ഒരു ഈ രാഷ്ട്രീയ തടവുകാരനാണല്ലോ, അല്ല വലിയ ബലമൊന്നും പിടിച്ചു. അപ്പോൾ അവരും ഭയങ്കര ഫ്രണ്ട്ലി ആയി. അച്ഛൻ്റെ സംസാരമൊക്കെ കേട്ടിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയി ഈ യാത്രയിൽ. അപ്പോൾ അവിടെ നിന്നും ജീപ്പിൽ പോയി ഈ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഇവർ ബിയർ പാർലർ കണ്ടു, ഒരു ഷോപ്പ് കണ്ടു. അപ്പോൾ അവർ ഇറങ്ങിയിട്ട് വേണോ എന്ന് ചോദിച്ചു. അപ്പോൾ വേണ്ട എനിക്ക്. അപ്പോൾ അവർ അങ്ങോട്ട് കയറി കുടിക്കാനായിട്ട് കയറി. പെട്ടെന്ന് അച്ഛൻ രക്ഷപ്പെടണമെന്ന് തോന്നി. അതുവരെ ചിന്തിച്ചിട്ടില്ല, ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല രക്ഷപ്പെടണമെന്ന്. പെട്ടെന്ന് അകത്ത് ഇറങ്ങിയപ്പോൾ ഒരു ഗള്ളി കണ്ടു. അങ്ങോട്ട് നടന്നു. ഒരു കാർ സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുന്നു. ഒരാളെ കൊണ്ട് ഇറക്കിയിട്ട് അപ്പോൾ അതേ കയറിയിട്ട് പറഞ്ഞു ഹൗറ എന്ന് പറഞ്ഞു. വേറൊന്നും അറിയില്ല, കൽക്കട്ടയെ പറ്റി അത്ര വലിയ ഇല്ല. അവിടെ വന്നപ്പോൾ ഒരു ട്രെയിൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. അതേ ചാടി കയറി. അത് പൂനെക്കുള്ളതായിരുന്നു. പൂനെയിൽ അച്ഛൻ്റെ ചേട്ടനുണ്ട്. അച്ഛൻ്റെ അമ്മയുടെ മകനാണ്. അച്ഛൻ്റെ അമ്മ ആദ്യം ഒന്ന് കല്യാണം കഴിച്ച അതിലുള്ള മകനുണ്ട്. അദ്ദേഹത്തെ അവിടെ ഒരു ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോയി കണ്ടു. അവിടെ നിന്നാണ് പിന്നെ വളർച്ചയ്ക്ക് വരുന്നത്. പക്ഷേ ഈ റംഗൂണി വെച്ചിട്ട് ഈ യുദ്ധത്തൊക്കെ തോറ്റു കഴിഞ്ഞപ്പോൾ ഒരു ഇവിടുത്തുകാരനൊരാളെ അവിടെ വെച്ച് കണ്ടു, മലയാളിയെ കണ്ടു. അപ്പോൾ ഇങ്ങനെ വളർച്ചയിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഇങ്ങനെ എടപ്പുറമ്പത്തെ മറ്റേ ചിന്നമ്മ കല്യാണം കഴിച്ചില്ല, അനിയത്തിമാരെ കല്യാണം കഴിച്ചു. അപ്പോഴാണ് അച്ഛൻ അറിയുന്നത് അമ്മ ഇപ്പോഴും കല്യാണം കഴിക്കുന്നു. ഒരു കണക്ഷൻ ഇല്ലായിരിക്കും അത്ര കാലം, ഒരു എഴുത്തുമില്ല. മാത്രമല്ല ഇവിടെ അച്ഛൻ്റെ അമ്മ കരഞ്ഞ് കണ്ണ് കാണാൻ മേലാതായി. അച്ഛൻ തിരിച്ചു വന്നപ്പോൾ അച്ഛനെ കണ്ടില്ല, അമ്മ കണ്ണ് കാണാൻ മേലാതെ. അതിൻ്റെ വേറെ രസമുണ്ട്. ഈ എഴുത്തുകളൊന്നും ഇല്ലാതായി കഴിഞ്ഞപ്പോൾ അച്ഛൻ മരിച്ചുപോയി. അപ്പോൾ പറഞ്ഞു വീട്ടിൽ കല്യാണാലോചന തുടങ്ങി അമ്മയ്ക്ക്. അപ്പോൾ അമ്മ പറഞ്ഞില്ല ഞാൻ കല്യാണം കഴിക്കില്ല. അപ്പം പിന്നെ വീട്ടുകാർക്ക് അനിയത്തിമാർ 2 പേരുണ്ട്, ശാന്തച്ചിത്തയും ജാനമ്മച്ചിത്തയും. അപ്പോൾ പറഞ്ഞു പറ്റില്ല, കല്യാണം കഴിച്ചേ പറ്റുള്ളൂ. അമ്മ പറഞ്ഞു വേണ്ട, വഴക്കായി. അപ്പോൾ അവസാനം ഒരുത്തരം കൂടെ ഇന്ന് നീ പെണ്ണ് കാണാൻ ഇറങ്ങി നിൽക്കണം. അമ്മ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞിട്ട് അമ്മാവനൊക്കെ വഴക്കായി. അമ്മ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് അകത്തോട്ട് കയറിയിട്ട് അമ്മയ്ക്ക് ഒരുപാട് മുടി ഉണ്ടായിരുന്നു. ഒരു കത്രി എടുത്ത് മുടി അങ്ങ് വെട്ടി ഫുൾ ഞാൻ ഇറങ്ങി വരട്ടെ എന്ന് ചോദിച്ചു. വേണ്ട. അങ്ങനെ അന്ന് കൊണ്ട് കല്യാണാലോചന നിർത്തി. പിന്നെ അനിയത്തിമാരെ കല്യാണം കഴിച്ച് അവർക്ക് മക്കളായി. എന്നിട്ട് അമ്മ എന്ത് ചെയ്തു, ഈ അച്ഛൻ്റെ അമ്മയ്ക്കും അമ്മയും അച്ഛനും കൂടെ കിടക്കില്ല, അവർ മേലാതായി, ക്ഷീണമാണ്. അപ്പം അമ്മ രാവിലെ അവിടുത്തെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് നേരെ ഇപ്പം ഈ നമ്മുടെ ഇല്ലത്ത് വീടില്ലേ, എൻ്റെ അപ്പുറത്തെ അമ്മയുടെ വീട്, അവിടെ നടന്ന് ഇവിടെ വരും. ഈ വീട്ടിൽ വന്നിട്ട് അവർക്ക് വേണ്ടതൊക്കെ വെച്ച് കൊടുക്കും, അവർക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കുളിക്കാൻ, അവർക്ക് വലിയ സ്നേഹം. എന്നിട്ട് തിരിച്ചു പോകും. സ്നേഹം കൊണ്ടല്ല, അമ്മ ഈ വായിക്കുന്ന പുസ്തകം ശീലാവതിയെ സാവിത്രിയുടെ ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് തീരെ മേലാതായപ്പോഴേ അമ്മയ്ക്ക് പോക്ക് വരെ ബുദ്ധിമുട്ടായി. അപ്പോൾ അമ്മ എന്ത് ചെയ്തു, അന്നത്തെ കാലത്ത് പിടിവണ്ടി ഉണ്ടല്ലോ വലിക്കുന്ന, അതേ 2 പേരെയും കൂടെ കിടത്തിക്കൊണ്ട് വലിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്നു അമ്മയുടെ മുറിയിൽ താമസിപ്പിച്ചു. അപ്പോൾ അമ്മയുടെ വീട്ടിൽ എതിർപ്പില്ലേ? അല്ല, അമ്മയുടെ വീട്ടിൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അമ്മ അഡമൻ്റായിട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാൻ പറ്റും. പിള്ളേരൊക്കെ കല്യാണം കഴിച്ചു. അങ്ങനെ അച്ഛൻ ഇവിടെ അമ്മ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് അങ്ങനെ അറിഞ്ഞ അവിടെ ഈ പറഞ്ഞ ഈശ്വരാവെള്ള എന്നവർ പറഞ്ഞ ഇവിടുത്തെ നെല്ലിപ്പള്ളിയിൽ എന്ന് പറഞ്ഞ വീടുണ്ട് അവിടുത്തെ അങ്ങനെ. അപ്പോൾ അച്ഛൻ അപ്പോഴാണ് എപ്പോഴും നിൽക്കണം. ശരിക്കും അച്ഛൻ പറഞ്ഞു അപ്പോഴാണ് എനിക്കൊരു ബോധോദയം ഉണ്ടായതെന്ന്. മറ്റേ പെട്ടെന്നല്ലേ മറിഞ്ഞിട്ട് ഈ യുദ്ധവും രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ പോലെ ആയിപ്പോയി. അപ്പോൾ അച്ഛൻ അവിടെ വെച്ച് റംഗൂണിൽ വെച്ച് ഫോട്ടോ ഒരു സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ അച്ഛൻ ഇരിക്കുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആ ഫോട്ടോ നഷ്ടപ്പെട്ടു, പിന്നെ പറയാം. ഇങ്ങനെ നിൽക്കുന്ന ആ ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ ബാക്കിൽ എഴുതി ഈ അലയാഴി തന്നക്കരെ ഒരു കൊച്ചു 4 കെട്ടിലാണൻ ഭാവന തപം ചെയ്യൂ. ആ ഒരു കവിത എഴുതി അമ്മയ്ക്ക് അയച്ചു കൊടുത്തു. ഞാനത് കണ്ടിട്ടുണ്ട്. അത് കട്ടുമ്പോഴാണ് അമ്മയ്ക്കല്ലെങ്കിൽ അമ്മ പറയുന്നത് എനിക്ക് ഉറപ്പായിരുന്നു ആൾ ജീവിച്ചിട്ടുണ്ടെന്ന്. ബാക്കി എല്ലാവരും പറഞ്ഞ് മരിച്ചു പോയെന്നാണ്. അപ്പോൾ അങ്ങനെ അമ്മ ആരോടും പറഞ്ഞില്ല ഇത് വെച്ച് തുടങ്ങിയത്. അങ്ങനെ അച്ഛൻ ഈ പറഞ്ഞ അവിടുന്ന് ചാടി പൂനെ വന്നു. അവിടുന്ന് ഒരു ദിവസം രാത്രി ആയപ്പോൾ കോട്ടയത്ത് വന്നു. അപ്പോൾ അന്ന് ബസ്സില്ല ഇങ്ങോട്ട്. ഒരു
ഈ പണ്ടത്തെ റിക്ഷ വണ്ടി ഉണ്ടല്ലോ, അത് നമ്മുടെ അയിമനത്തുള്ള ഒരാളുണ്ട്, അയാളുടെ റിക്ഷയെ കയറി പാരാത്രി അമ്മയുടെ വീട്ടിൽ വന്നു. അപ്പോൾ അമ്മയുടെ അച്ഛൻ്റെ അച്ഛനും അമ്മയും അവിടെ ഉണ്ട്. കഥ തുറന്നപ്പോൾ അവർക്ക് അത്ഭുതമായിപ്പോയി. മരിച്ചു നിൽക്കുന്ന നാണുക്കുട്ടനാ, അച്ഛനെ നാണുക്കുട്ടനാ അച്ഛനും അമ്മയും വിളിക്കുന്നത്. അങ്ങനെ നാണുക്കുട്ടൻ നിൽക്കുന്നു. അന്ന് 3-ാം ദിവസം വിവാഹം കഴിച്ചു. ആണോ? അത് 3-ാം ദിവസം അല്ല, എല്ലാത്തിനും ഭയങ്കര കോമഡികളൊക്കെ ഉണ്ട്. അപ്പോൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. പിറ്റേ ദിവസം നാട്ടുകാരെ കളിക്കണം, അപ്പോൾ കരയോഗത്തിൽ വിളിക്കുകയൊക്കെ വേണം. അപ്പോൾ ആരെ പോയി വിളിക്കുക, ആരാണ്ടെ പറഞ്ഞയച്ചു, എന്താ വിളിപ്പിക്കുകയൊക്കെ ചെയ്തു. ഈ കല്യാണ ദിവസം ഇവിടുന്ന് ചെറുക്കൻ പുറപ്പാടുണ്ട്, ചെറുക്കൻ ഇവിടുന്ന് പോകണം, അതല്ല നാട് നടന്നത്. ഒറ്റ മനുഷ്യനില്ല, ആരും വന്നില്ല കരയോഗത്തിൽ. എന്ന് വെച്ചാൽ വിളിച്ചത് ശരിയായില്ല എന്ന്. മനസ്സിലായി. പണ്ട് വിളിച്ചിട്ട് വിവാഹത്തിനും തുറന്നുള്ള സദ്യയ്ക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒരു ക്ഷണ രീതിയുണ്ട്. ആണും പെണ്ണും ചെല്ലണം, ആരും വന്നില്ല. അച്ഛൻ്റെ ഒരു സുഹൃത്ത്, ഒരു നീലാണ്ടപ്പിള്ളി ഉണ്ടായിരുന്നു. ആ നീലാണ്ടപ്പിള്ളിയുടെ സ്കൂളിൽ പുള്ളിക്ക് പകരമായിട്ട് അധ്യാപകനായിട്ട് ഇവിടെ കിളിരൂർ സ്കൂളിൽ ജോലി ചെയ്തിട്ടുണ്ട്. അവസാനം ഈ നീലാണ്ടപ്പിള്ളയും ഒരു തകിലുകാരനും ഒരു നാസറക്കാരനും അച്ഛനും. അപ്പോൾ നീലാണ്ടപ്പിള്ള കുട പിടിച്ചോണ്ട് ഇവർ 4 പേരും കൂടിയാ ഈ വഴിയെ പോയി അവിടെ പോയി കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചും 2-3 ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടുകാർക്ക് മനസ്സിലായി കയ്യിലൊന്നും ഇല്ല. പിന്നെ മറ്റവരെ കല്യാണം കഴിച്ച് അത്യാവശ്യം കൊള്ളാവുന്ന ആൾക്കാരൊക്കെയാണ്. ഒരാൾ മിലിറ്ററിയിലാണ്, ഒരാൾക്ക് കുറേ ബിസിനസ്സൊക്കെ ഉണ്ട്, സിനിമ തിയേറ്ററൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. ഒന്നും ഇല്ല എന്ന് വെച്ചാൽ ഉടുത്തിരിക്കുന്ന തുണി മാത്രമല്ലേ ഉള്ളൂ. ഒരു ദിവസം അച്ഛൻ എങ്ങനെ കോട്ടയത്ത് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അമ്മ ഇരുന്ന് കരയുന്നു. ചോദിച്ചാൽ എന്തു പറ്റി? ഒന്നുമില്ല, നമുക്ക് കട്ടിലില്ല, കട്ടിലെടുത്ത് മാറ്റി. മറ്റവർ വന്നപ്പോൾ അവർക്ക് കൊടുത്തു. അവർക്ക് വന്നു. അന്ന് അമ്മയും പിടിച്ചുകൊണ്ട് അച്ഛൻ ഇറങ്ങി. അങ്ങനെയാണ് നമ്മൾ പഴയ വീട്ടിലോട്ട് വന്നു. അന്ന് അവിടെ അടച്ചിട്ട് അന്ന് അച്ഛൻ്റെ വീട്. അല്ല, അന്ന് അച്ഛനും അമ്മയുണ്ടോ? അച്ഛൻ്റെ അച്ഛനും അമ്മയുണ്ട്. അവരും അച്ഛൻ്റെ അച്ഛനും ഉണ്ട്. അവരെയും കൂട്ടി അങ്ങോട്ട് മാറി. ഇങ്ങോട്ട് വന്നു. അവിടെയാണ് ഫൈറ്റ് ജീവിതം തുടങ്ങുന്നത്. അവിടെ പിന്നെ 4 ദിവസം കഴിഞ്ഞാൽ താലിമാല വിറ്റു അരി വാങ്ങിക്കാൻ വേണ്ടി. അതാണ് അച്ഛൻ്റെ ജീവിതം. അപ്പം ഈ പറഞ്ഞ ഒരുപാട് ഈ ജീവിതാനുഭവങ്ങൾ, യുദ്ധം, മരണം, കൊലപാതകങ്ങൾ, ഇതൊക്കെ കണ്ട് ജീവിതത്തിൽ ഇതിൻ്റെ അർത്ഥശൂന്യതയെപ്പറ്റി ബോധമുള്ള ഒരാളായിരുന്നു അച്ഛൻ. അച്ഛൻ ഈ നാടകം പിന്നീട് അത് അന്ന് INA-ക്ക് വേണ്ടി എഴുതുകയാണല്ലോ. പിന്നീട് ഈ നാടകശാല തുടങ്ങാനും ഈ നാടകത്തിലേക്ക് മാറാനും ഉണ്ടായ കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടോ അച്ഛൻ? അങ്ങനെ കാരണമല്ല. ഇങ്ങനെ അച്ഛൻ പറഞ്ഞു, ഞാൻ നാടകത്തിൽ വന്ന് പെട്ടതാണ് എങ്ങനെയോ. അതിനുശേഷം ഈ നാടകം എന്നൊരു വിചാരമൊന്നും ഇല്ലായിരുന്നു. നന്നായിട്ട് കവിത എഴുതുമായിരുന്നു. ഒരുപാട് കവിത എഴുതിയ ബുക്കുകൾ ഇരിപ്പുണ്ട് ഇവിടെ. അത് കഴിഞ്ഞ് ഇവിടെ വായനയായിരുന്നു. ഇവിടെ വന്ന് പിന്നെ അത് കഴിഞ്ഞപ്പം INA വന്നു കഴിഞ്ഞ് പിന്നെ ഇപ്പം പിന്നെ പിടിക്കുമല്ലോ INA. നേരെ സ്റ്റേറ്റ് കോൺഗ്രസ് ഉണ്ട്, കുമ്പ്രത്ത് ശങ്കുപിള്ള അദ്ദേഹത്തിൻ്റെ. അപ്പം നേരെ അവിടെ പോയി, അവിടെ പന്മനെ ചെന്ന് അദ്ദേഹത്തെ കണ്ടു. അങ്ങനെ പിന്നെ പ്രസംഗമൊക്കെ ആയിട്ട് അങ്ങനെ കൂടി. പിന്നെ CPI ആ ഗ്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്നു അച്ഛൻ. അതിന്റെ എല്ലാം ഭാഗമായിട്ട് പിന്നെ ഈ മറ്റേ ഇങ്ങനല്ലേ CPI മൂക്ക് വെട്ടിയ മണി ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ദേശബന്ധു ജോലിയായിട്ട് അവസാന കാലത്ത് ജോലിയായിട്ട്. അപ്പം ഞാൻ തീരെ കച്ച എന്ന് പറഞ്ഞു, ഈ ആളിനെ അറിയാവോ? ഞാൻ നോക്കുമ്പോൾ ഏറ്റവും വലിയൊരു ആളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട പുള്ളി, ഒരു കറുത്ത് വലിയ പൊക്കമുള്ള ഒരാൾ. അതിന് പിന്നീട് എന്നോട് പറഞ്ഞത് ഇതാണ് സർ CPI മൂക്ക് വെട്ടിയ ആളാണ്. അന്ന് ഇവരൊക്കെ ഉണ്ടായിരുന്നു, ശ്രീകണ്ഠൻ നായർ. പിന്നെ ഞാൻ ഈ ശ്രീകണ്ഠൻ നായരുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്, അമ്പലപ്പുഴ നാടകം കളിക്കാൻ പോയി. അങ്ങനെ വയസ്സായി, ഞാൻ അങ്ങയുടെ വീട്ടിൽ പോയിട്ടുണ്ട്. പിന്നെ ഈ മണിയെ ഞാൻ പിന്നീട് കണ്ടിട്ടുണ്ട്. അല്ല, അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ഛൻ ഈ നാടകം ഒരു ഉപജീവന വഴിയാക്കാൻ തീരുമാനിച്ചില്ല. ഒരുപക്ഷെ ഒരു ദാരിദ്ര്യത്തെ അതിജീവിക്കേണ്ടതുണ്ട്. പിന്നെ അത് തീർച്ചയായിട്ടും. അപ്പം അച്ഛൻ അതിന് വേണ്ടിയിട്ട് ആദ്യം അച്ഛൻ ഒരു എഴുതിയത് അലറുന്ന അസ്ഥികൂടം എന്നാണ് നാടകത്തിൻ്റെ പേര്. ആ ഒരു പുതിയ വെളിച്ചം എന്നൊരു നാടകം എഴുതി. അലറുന്ന, അങ്ങനെ 2-3 നാടകങ്ങൾ എഴുതി. പക്ഷേ അങ്ങനെ അലറുന്ന അസ്ഥികൂടം അവതരിപ്പിക്കണം. അങ്ങനെ അതിന് വിശ്വകേരള കലാസമിതി തുടങ്ങാൻ തീരുമാനിച്ചു 52-ൽ. അപ്പോൾ തിരുവനന്തപുരത്ത് വെച്ചാണ്. അപ്പം വിശ്വകേരള പത്രത്തിൻ്റെ ഓർമ്മ. പിന്നെ ഒരു അച്ഛൻ ശിവശങ്കരപ്പിള്ള എന്ന് അച്ഛൻ്റെ സുഹൃത്തുണ്ടായിരുന്നു. ആ പുള്ളിയും കൂടെ കൂടിയിട്ടാണെങ്കിൽ ഒരു നാടക ട്രൂപ്പ് തുടങ്ങാൻ വെച്ചിട്ട് മനുഷ്യൻ എന്നാണ് ആദ്യ നാടകത്തിൻ്റെ പേര്. അത് എവിടെ ബേസ് ചെയ്ത്? ട്രിവാൻഡ്രത്ത് BJT ഹാളിലാണ് കളിച്ചത്. അപ്പോഴത്തേക്ക് തിരുവനന്തപുരത്ത് താമസം. അല്ല, നാടക ട്രൂപ്പൊന്നുമില്ല അന്ന്. അങ്ങനെ ട്രൂപ്പൊന്നും ഒരു നാടകം കളിക്കുക. മനുഷ്യൻ ആദ്യമ മനുഷ്യൻ, ഈ ലോകം ഉണ്ടായ പോലെ മനുഷ്യൻ്റെ ഇന്നു വരെയുള്ള അവസ്ഥയെ ചിത്രീകരിക്കുന്ന ഒരു പെർഫോമൻസ് ആണ്. ഡാൻസും എല്ലാം കൂടെ ഒരു പെർഫോമൻസ് പോലെ സാധനം.
ഒരു മണിക്കൂറുള്ളത്. എങ്ങനെ ആളുകളെ സംഘടിപ്പിച്ചെന്നല്ല അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ? അത് തിരുവനന്തപുരത്ത് ലഭ്യമായ ആരോ നാടകം വലിയ കലാരൂപം വള്ളത്തോളാണ് വിശ്വകല കലാസമിതി വിളക്ക് കൊളുത്തിയത്. ഓ ശരി. വള്ളത്തോട് അസോസിയേറ്റ് ചെയ്താൽ തോന്നുന്നു. അന്നാ കളിച്ചു, പിന്നെ കളിച്ചില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഫുൾ ലെങ്ത് ഡ്രാമ എന്നുള്ള രീതിയിലാണ് ഈ പുതിയ വെളിച്ചം എന്ന് പറഞ്ഞ നാടകം എഴുതിയത്. അപ്പം അതിൻ്റെ വിളക്ക് കൊളുത്താൻ ഇപ്പം കോട്ടയത്ത് വെച്ചാണ്. കോട്ടയത്ത് നമ്മുടെ ചെല്ലപ്പൻ ഭവാനി എന്ന് പറഞ്ഞൊരു ഡാൻസിൻ്റെ ആ കാര്യം അവർ മരിച്ചു. അപ്പം അവിടെ വെച്ചാണ് എൻ്റെ വിളക്ക് കത്തിക്കാൻ വേണ്ടി. അപ്പോൾ VS ആചാരി എന്ന് പറഞ്ഞ പുള്ളി അച്ഛൻ ട്രൂപ്പിലുണ്ടായിരുന്നു, പിന്നെ വർഷങ്ങളോളം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അവിടെ വെച്ച് വിളക്ക് കൊളുത്തി നാളെ തുടങ്ങുകയല്ലേ. അപ്പോഴാണ് ശരിക്കൊരു തുടക്കം, നാടക ട്രൂപ്പ് എന്നുള്ള ബോധം വരുന്നത്. അന്നേരം ആ വിളക്ക് കത്തിച്ച് ആരുടെയോ കാല് തട്ടി ആ വിളക്ക് താഴെ വീണ് ഒടിഞ്ഞു പോയി. അവരാണ് ഭയങ്കര പ്രശ്നം. ദുശകനും മാത്രമല്ല, അവരുടെ വിളക്ക് പോയി. പിന്നെ അച്ഛൻ അവിടുന്ന് വയലൻ്റായി. അവർ കത്തിക്കുന്ന വിളക്കാൻ മറ്റേ വീട്ടിൽ അവർക്കും പ്രശ്നമായത്. പിന്നെ അച്ഛൻ അന്നേരം തന്നെ ഈ രാമകൃഷ്ണൻ VS ആചാരി എന്ന പുള്ളിയ പേര്, പുള്ളി രാമകൃഷ്ണൻ എന്നാണ് വിളിക്കുന്നത്. രാമകൃഷ്ണ ആശാനെ വണ്ടിയെ വിട്ടു ഇവിടെ വന്ന് മുത്തശ്ശിയോട് ഞാൻ വിളക്ക് തരാൻ പറഞ്ഞു. അവൻ വീട്ടിൽ മുത്തശ്ശി കത്തിക്കുന്ന വിളക്ക് ആ വിളക്കെടുത്തുകൊണ്ട് കൊടുത്തു. ഒരു സംഭവം. ഞങ്ങൾ വിശ്വകല കലാസമിതി 87 നിർത്തി. അച്ഛന് മേലാതായി. പിന്നെ ചിത്ത കുറച്ച് 2 വർഷം ചിത്ത നടത്തി. അപ്പം ചിത്ത നടത്തി. ചിത്ത പറഞ്ഞു എനിക്കിത് പറ്റില്ല, നമുക്ക് ഇതിന് കൊണ്ടു നടക്കാൻ പറ്റില്ല എന്ന് നിർത്തി. അപ്പം നാടക വണ്ടി വിൽക്കാൻ വേണ്ടി, വണ്ടിയുടെ ആവശ്യമില്ലോ, വാൻ വിൽക്കാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചെല്ലപ്പൻ ഭവാനി, ആ ചെല്ലപ്പൻ അദ്ദേഹം അച്ഛനോട് ചോദിച്ചു, ഇങ്ങനെ എനിക്കറിയാം വണ്ടി ഒന്ന് വേണമെന്നൊരു ദിവസം എന്ന് പറഞ്ഞു. അച്ഛൻ പിന്നെന്താ, അങ്ങനെ ആ വണ്ടി അവസാനമായിട്ട് നമ്മൾ ഓടിയത് അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ ആദ്യം തുടക്കം അവിടെ ഓടി വന്ന് പൈസ കൊടുത്തു. അച്ഛൻ പൈസ മേടിച്ചില്ല. ആ വണ്ടി പിന്നെ ഓടിയിട്ടില്ല. പിന്നെ ഞങ്ങൾ ആ വണ്ടി കൊടുത്തു. 87 നിർത്തി. 87. അല്ല, അങ്ങനെ ഈ നാടകത്തിന്റെ അപ്പം ഈ ആദ്യത്തെ ഓർമ്മ എങ്ങനെയായി അച്ഛൻ്റെ ഇതുമായി ബന്ധപ്പെട്ട്, നാടകവുമായി ബന്ധപ്പെട്ട്? എൻ്റെ ആദ്യ ഓർമ്മ ഈ മനുഷ്യൻ എന്ന് പറഞ്ഞ നാടകം കോട്ടയത്ത് കളിച്ചു ഏതോ ഒരു ഫംഗ്ഷൻ വേണ്ടി. അപ്പം ഞാൻ അന്നാണ് നാടകം എന്ന സാധനം കാണുന്നത്. അപ്പം ഞാൻ നോക്കുമ്പോൾ എനിക്കൊരു കഷ്ടിച്ചൊരു 2, 3, 4 വയസ്സ് കാണുമായിരിക്കും. ഞാൻ ഇരുട്ടത്ത് ഇങ്ങനെ ഒരു കർട്ടൻ ഇങ്ങനെ പൊങ്ങുന്നു, ഒരു വെളിച്ചം വന്നു. പിന്നെ പറഞ്ഞ് ഭയങ്കര കാട്, അവിടുന്ന് അലറിക്കൊണ്ട് ഒരാൾ എല്ലും കഷ്ണമൊക്കെ അടിച്ചുകൊണ്ട് ചാടി വരുന്നു. ഞാൻ പേടിച്ചു പോയി, നിലവിളിച്ചു. അതാണ് എൻ്റെ ആദ്യത്തെ പ്രതികരണം നാടകത്തിലുള്ള ഒരു അലർജി ആയിരുന്നു. അങ്ങനെ പിന്നെ അച്ഛന് ഈ നാടകക്കാരനാക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു മകനെ. അച്ഛനപ്പോഴത്തേക്ക് നാടകത്തിൽ അങ്ങ് ഫുള്ളി ലയിച്ചില്ലേ? പിന്നെ നാടകക്കാരനാക്കാന്നല്ല, ഞങ്ങളുടെ ജീവിതവും നാടകവും ഈ പറഞ്ഞ തിരിച്ചറിയാൻ മേലാത്ത രീതിയിൽ ഇവിടെ തന്നെ റിഹേഴ്സൽ. പണ്ട് ചെറിയ വീടായിരുന്നോ, ചെറിയ വീട്ടിലൊരു ചായ്പുണ്ട്. ചായ്പെന്ന് വെച്ചാൽ കഷ്ടിച്ചൊരു 5-8 അടി അല്ല 9 അടി വീതിയുണ്ട്, ഒരു 10-12 അടി നീളമുള്ള ഒരു ചായ്പ്. അതിനകത്തായിരുന്നു റിഹേഴ്സൽ. അതിനുശേഷം ഇവിടെ വീട് വെച്ചപ്പോഴാണ് ഇതിൻ്റെ പുറകിൽ അത് കുറച്ച് വലിപ്പമുള്ളൊരു സ്റ്റേജ്. അമ്മയ്ക്കും നാടകത്തോട്, അമ്മയ്ക്ക് ഒരു നാടകത്തിൽ ഒന്നും അറിയാൻ പറ്റും. പക്ഷെ അമ്മ അഭിനയിച്ചു. എന്താ വെച്ചാൽ അന്ന് നാടകം കളിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ ഈ സ്ത്രീകളെ കിട്ടാൻ പാടാണ്. അപ്പോൾ ഏതോ ഒരു നടി ബുക്ക് ചെയ്തു, നടി വന്നില്ല. അപ്പോൾ അച്ഛൻ നാടകം കളിക്കാതിരിക്കാൻ പറ്റുമോ? പറ്റുമോ, വാ നീ വാ. അങ്ങനെ അമ്മ ആദ്യമായിട്ട് അഭിനയിപ്പിച്ചു. ചിറ്റയാണ് പ്രോംപ്റ്റ് ചെയ്യുകയും അച്ഛൻ എഴുതുന്നതൊക്കെ പകർത്തി എഴുതുകയൊക്കെ ചെയ്യുന്നു. ഈ ചിറ്റയ്ക്ക് എല്ലാവർക്കും ഈ പാരമ്പര്യമായിട്ട് ഇതുണ്ട്, കലാരുണ്ടല്ലേ? ഉണ്ടെന്ന് വെച്ചാൽ അവർക്ക് ചിറ്റയുടെ അച്ഛനും അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ മുത്തച്ഛൻ്റെ ഈ കണക്ഷൻ കിട്ടുക ഉണ്ടായിരിക്കാം, പക്ഷെ അതൊന്നും അറിയില്ലല്ലോ. അപ്പം ചിറ്റ ആദ്യമായിട്ട് ഈ പറഞ്ഞ വേറൊരു സ്ത്രീ വരാതിരുന്നപ്പോൾ ചിറ്റയെ കൊണ്ട് അഭിനയിപ്പിച്ചു. പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടുള്ള ഏറ്റവും വലിയ നടി അല്ലെ നടൻ, എനിക്ക് അച്ഛനേക്കാളും ഞാൻ ഫോളോ ചെയ്യുന്ന ചിറ്റയാണ്. എന്ന് ചിറ്റ ക്യാരക്ടർ റോളുകൾ ചെയ്യുന്നതല്ലോ, ഒരു ക്യാരക്ടറും മറ്റേ ക്യാരക്ടറും തമ്മിൽ ആ ഒരു വ്യക്തിയാണെന്ന് തോന്നുകയല്ലോ നമുക്ക്. അത്ര ചിറ്റ നടപ്പും ഭാവവും ഒരു ഇമംപെട്ടൽ പോലും മാറ്റിക്കളയും. അനുഭവം കൊണ്ട് അതെ. അത് അച്ഛനിങ്ങനെ മോൾ ചെയ്ത് അച്ഛൻ എന്താ വെച്ചാൽ ഈ ഒരു ക്യാരക്ടർ ഇങ്ങനെ പറഞ്ഞ് അയാൾ എന്താണ് നമ്മുടെ മനസ്സിലൊരു നമുക്ക് കൃത്യമായൊരു ബോധം ഉണ്ടാകും. പക്ഷെ നമുക്ക് ഉള്ളിൽ ബോധം പുറത്തോട്ട് വരികയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നത്. ആ ഒരു അവസ്ഥ കൊണ്ടിരുമ്പോൾ ചട്ടം നേരിപ്പോൾ ദേഷ്യപ്പെടുക, പിണങ്ങി പോവുകയൊക്കെ ചെയ്യും അച്ഛൻ. അപ്പം നമുക്കും ഭയങ്കര ഷോക്ക്. ആ ഷോക്ക് വന്നിട്ട് നമ്മൾ ശരിയാകും. അങ്ങനെ അച്ഛന് തള്ളിയിടുന്ന ഒരു പരിപാടിയാണ്. അല്ല, അപ്പം പഠനം എവിടെയായിരുന്നു? ഞാൻ
സ്കൂൾ ഇവിടെ അടുത്ത ഒരു LP സ്കൂളിലാണ് പഠിച്ചത്. പിന്നെ പരിപ്പി സ്കൂള്, കൊടമാളൂർ സ്കൂള്, പിന്നെ പ്രീ ഡിഗ്രിക്ക് പഠിച്ചു ചേർത്തല SM കോളേജിൽ. അതിന് അങ്ങോട്ട് പോകാൻ കാര്യം അത് ഈ അന്ന് എൻ്റെ എല്ലാം ജീവിതവും നാടകമായിട്ട് ബന്ധപ്പെട്ട ഈ അവധിക്കാലം വന്നപ്പോൾ ഞങ്ങൾ ഈ നോർത്ത് ഇന്ത്യൻ ടൂറുണ്ട്, 2 വർഷം കൂടുമ്പോൾ നോർത്ത് ഇന്ത്യക്ക് പോകും നാടകമായിട്ട്. ആണോ? വണ്ടിയല്ലേ, അത് മലയാളി കമ്മ്യൂണിറ്റി ഇഷ്ടംപോലെ. അപ്പോൾ അത് സ്റ്റേജ് ഷോ കാസർഗോഡ്, മംഗലാപുരം, ഗോവ, ബോംബെ ഇങ്ങനെ കളിച്ച്, അഹമ്മദാബാദ്, ഡൽഹി, കൽക്കത്ത അങ്ങനെ കളിച്ചിട്ട് 2 മാസത്തെ ടൂറായി കറങ്ങി വരും. ഒരു 10-45 നാടകം കളിക്കും. ഭയങ്കര ഓഡിയൻസുമാണ്, ഭയങ്കര സ്വീകരണമാണ്. പിന്നെ അങ്ങനെ ആണ് ഞാൻ ഇന്ത്യ മുഴുവൻ കണ്ടിട്ടുണ്ട് വണ്ടിയിൽ ഇരുന്നുകൊണ്ട്. അതായത് നമ്മുടെ ഒരു ഐ വ്യൂ ഉണ്ടല്ലോ, വണ്ടിയുടെ ബസ്സിൻ്റെ പൊക്കത്തിൽ നിന്ന്. അങ്ങനെ ഞാൻ ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച് ഇന്ത്യ മുഴുവൻ കണ്ടിട്ടുണ്ട്. അത് വലിയ ഭാഗ്യമുണ്ടായി, പല പ്രാവശ്യം പോയിട്ടുണ്ട് കൽക്കട്ടയിലെല്ലാം. അപ്പം അങ്ങനെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഇവിടുത്തെ സമയം കഴിഞ്ഞു അഡ്മിഷൻ്റെ. ഇപ്പോൾ കോട്ടയത്തെങ്ങും ഇല്ല. അങ്ങനെ അന്നൊരു SM കോളേജ് ഒരു ജൂനിയർ കോളേജാണ്. അപ്പോൾ അങ്ങനെ അവിടെ കിട്ടി. പിന്നെ അവിടെ തന്നെ ആവട്ടെ എന്ന് വെച്ചാൽ അത് കഴിഞ്ഞപ്പോൾ ഇവിടെ കിട്ടിയായിരുന്നു. അച്ഛൻ വന്നാൽ അവിടെ തന്നെ നല്ല കാര്യമല്ലേ, ഹോസ്റ്റലിൽ ഉഴപ്പുണ്ട്, അവിടെ പഠിച്ചോളാം. ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചു. ഇത് മാത്രമല്ല നമ്മുടെ സീമാജിനാരുടെ അമ്മ എന്ന് ഇവിടെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അഭിനയിക്കുന്നില്ലേ? പിന്നെ സുമ ചേച്ചി ചേർത്തല അമ്മ പാലാ തങ്കം ചേച്ചി ആദ്യം അഭിനയിച്ച ഇവിടെയാ. ഇപ്പം ഉണ്ടോ? ഇപ്പൊ എനിക്ക് ഗാന്ധി ഭവൻ ഞാൻ അവിടെ അഭിനയിച്ചല്ലേ, എനിക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. അമ്പിളിയാണ് മകള്, അവർ മരിച്ചു. അവൾ ഡബിങ് ആർട്ടിസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഒരുപാട് പേരെ ഇവിടെ അഭിനയിച്ച ദായമ്പി ദേവിൻ്റെ അച്ഛൻ S ജയദേവ്. അങ്ങനെയാണ് ദായമ്പി ദേവ് ഇവിടെ വരുന്നത്. ദായമ്പി ദേവ് ആദ്യം അഭിനയിക്കുന്നത് ഇവിടെ. അല്ല, എന്നിട്ട് ഞാൻ ചോദിക്കേണ്ടത്, ഈ മകൻ പഠിച്ചതിലേ പോയാൽ മതി എന്നായിരുന്നു, അതോ മകനും ഇങ്ങനെ തന്നെ ഒപ്പമാണോ? അച്ഛൻ്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരുന്നു? അതെങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് തന്നെ അറിയില്ല എങ്ങനെയാണെന്ന്. ഞാനിപ്പം 6-7 വയസ്സുള്ളപ്പോൾ നാടകത്തിൽ അഭിനയിച്ചു. പോർട്ടർ കുഞ്ഞാലി നാടകം എഴുതി. അതിന് പോർട്ടർ കുഞ്ഞാലി നാടകം എന്താ വെച്ചാൽ പോർട്ടർ കുഞ്ഞാലി. അതിനകത്തൊരു തെരുവുതണ്ടി ചെക്കന്, അതായത് ഒരു ബസ് മുതലാളി, ബസ് സ്റ്റാൻഡിൽ നടക്കുന്ന സംഭവമാണ്. ഒരു ബസ് മുതലാളി, അയാൾക്ക് ഇല്ലീഗലായിട്ടൊരു കൊച്ചുണ്ടായി. ആ കൊച്ചാണ് ഈ കൊച്ച്. അവിടെ നിന്ന് തിണ്ടി നടക്കുക ആ ബസ് സ്റ്റാൻഡിലൊക്കെ ഭിക്ഷ ഉണ്ടാക്കുക. ആ കുട്ടിയായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. അന്ന് എനിക്കൊരു 7 വയസ്സ് കാണും. അപ്പം നാടകം തുടങ്ങുമ്പം എന്നെ പുതപ്പിച്ച് കടത്തിയിരിക്കുകയാണ്. എന്തൊക്കെ വേറെ ആരൊക്കെ വരുന്നുണ്ട്. ആ സീൻ കഴിഞ്ഞ് ആ സീക്വൻസ് കഴിഞ്ഞാൽ ഞാൻ എഴുന്നേറ്റ് മൂത്രം ഒഴിക്കാൻ പോകണം. അപ്പം പ്രേക്ഷകൻ അവിടെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് എഴുന്നേറ്റിട്ട് എൻ്റെ മുഖം കാണിക്കുന്നത് നേരെ അങ്ങോട്ട് ബാക്കിലോട്ട് പോയിട്ട് മൂത്രം ഒഴിക്കും. മൂത്രം ഒഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വേറെ ക്യാരക്ടർ വരും. ഈ ബസ് സ്റ്റാൻഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക, റാസ്കൽ മൂത്രം ഒഴിക്കാൻ കണ്ട സ്ഥലം എന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് പേടിച്ച് തിരിയണം. അന്ന് ഞാൻ നാടകത്തിൽ അഭിനയിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു, ഇങ്ങനെ മൂത്രമൊഴിക്കാതെ അങ്ങോട്ട് പൂച്ചാണ്ടി പൊക്കി വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വരുന്നത്. ഒറ്റ ചാട്ടാ തിരിഞ്ഞ്. അപ്പം ഞാൻ പൂച്ചാണ്ടിയും കാണിച്ചോണ്ടാണ് ആദ്യമായിട്ട് പ്രേക്ഷകനെ അഭിമുഖീകരിച്ചിരിക്കുന്നത്. അപ്പം അതൊരു വലിയ ചിരിയായിരിക്കും. അതൊക്കെ പ്രചോദനം എന്ന് പറയുന്നത് അതാണ്. അത് അങ്ങനെ തന്നെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കൊച്ചുകുട്ടിയല്ലേ. അപ്പം ഞാൻ ഇതിങ്ങനെ വിടുകയല്ലോ, പിന്നെ അതേ തന്നെ പിടിച്ചിരിക്കുക, പേടിച്ചിട്ട് അയാൾ എന്നെ ചീത്തയൊക്കെ പറയും. അപ്പം ഞാൻ ഇങ്ങനെ പിടിച്ചിരിക്കുക, അപ്പം അമ്മ കരയും. ഇതൊക്കെയാണ് സീക്വൻസ്. അല്ല പറയാം, അങ്ങനെയാണ് ആദ്യമായിട്ട്. അത് കഴിഞ്ഞ് പിന്നെ അങ്ങ് തുടർത്തി. അല്ല, അത് കഴിഞ്ഞ് ആ നാടകം കഴിഞ്ഞു. അതിപ്പോൾ അന്നത്തെ എന്നും നാടകമൊന്നുമില്ല. അന്ന് ഈ പറഞ്ഞ പോലെ ആരെങ്കിലും വന്നില്ല ഉടനെ. അങ്ങനെയാണ് അമ്മ അതിനകത്ത് അഭിനയിക്കുന്നത്. ഒറോദ എന്ന് പറഞ്ഞൊരു തെരുവ് തെണ്ടി, ഒരു വേറെ തെണ്ടിയുണ്ട്. ആ തെണ്ടിയുടെ കൂടെ അച്ഛൻ്റെ നാടകത്തിൽ തന്നെ ഞങ്ങൾ ഈ കുറേ തെണ്ടികളെല്ലാം കൂടെ തുടങ്ങിയതാണ് ട്രൂപ്പ്. വീട്ടിൽ തന്നെയാണ് മിക്കവാറും തെണ്ടികളെന്ന് നാടകത്തിൽ ഡയലോഗുണ്ട്. അപ്പം അങ്ങനെ അതാണ് ആദ്യമായിട്ടാണ്. പിന്നെ പടവാളും പെൺമക്കളും എന്ന് നാടകം എഴുതി. അതിനകത്തും ഒരു 5-8 വയസ്സുള്ള പയ്യൻ്റെ. ആ നാടകം അധികം കളിച്ചില്ല. പിന്നെ ഒരു ആത്മബലി എന്ന് പറഞ്ഞ നാടകം എഴുതി. ഒരു നമ്മുടെ ഈ വാറുണ്ടായിരുന്നല്ലോ, ചൈന, ഇന്ത്യ ചൈന, അതിനെ ബേസ് കൊണ്ട് എഴുതിയ നാടകം. ആ നാടകത്തിന് സോങ് ആൻഡ് ഡ്രാമ ഡിവിഷൻ്റെ അവാർഡ് കിട്ടി. അപ്പോൾ അത് ഞാൻ എൻ്റെ ഒരു നല്ല വേഷമായിരുന്നു. അപ്പോൾ ആ സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുക. സ്കൂളിൽ പോവും, മിക്കവാറും നാടകം ഉണ്ടാവും. രാവിലെ വന്നിട്ട് പെട്ടെന്ന് സ്കൂളിൽ പോവും. അങ്ങനെ ഈ കോളേജിൽ എല്ലാവർക്കൊക്കെ അറിയാമോ? നടനാന്ന് അറിയാമായിരുന്നു? കോളേജൊന്നും അഭിനയിച്ചിട്ടില്ല. ഈ കോളേജ് അല്ലൊക്കെ അറിയാം. പിന്നെ ആ സമയത്ത് ഇപ്പം ഞാൻ പ്രീ ഡിഗ്രിക്കൊക്കെ ആയപ്പോഴത്തേക്കും കാബാലിക തുടങ്ങി. സിനിമയിൽ അല്ല, സിനിമയിൽ അഭിനയിച്ചില്ല. കാബാലി നാടകം തുടങ്ങി. അത് കഴിഞ്ഞ് ഞാൻ കോളേജെല്ലാം കഴിഞ്ഞിട്ടാണ് സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പോൾ ഈ അല്ല, അപ്പം അച്ഛന്
അങ്ങനെ പഠനത്തിൽ തന്നെ ഫോക്കസ് നിർബന്ധമൊന്നുമില്ല. ഇല്ല. മാത്രമല്ല ഞാൻ ബിസിനസ് കോളേജിലായിരുന്നു. ഫൈനൽ ഇയറിൽ പഠിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ അവിടെ തന്നെ വിസിറ്റിംഗ് പ്രൊഫസർ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞ ആരെങ്കിലും നാടകത്തിൽ അഭിനയിക്കാൻ ആളില്ലെങ്കിൽ ഞാൻ പോകും. അതാണ് എനിക്ക് കിട്ടിയൊരു എക്സ്പീരിയൻസ്. അതാണ് ചിലപ്പോൾ 60 വയസ്സുള്ളൊരു കഥാപാത്രമൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ആ കാലത്ത്. 10-20 നായകമല്ലായിട്ടുണ്ട് ആ സമയത്ത്. നാടകത്തിലോ? ഇല്ല, അന്ന് നാടകത്തിൽ അങ്ങനെ നായകനില്ലല്ലോ. അന്ന് ക്യാരക്ടേഴ്സ് അല്ലേ ഉള്ളൂ. നമ്മുടെ സിനിമകളുടെ സങ്കല്പം അല്ലല്ലോ, മനസ്സിലായി, കഥാപാത്രങ്ങളേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ അന്ന് 18-19 വയസ്സുള്ളപ്പം ഒരു 60 വയസ്സുള്ള കുന്നംകുളം ഇട്ടൂപ്പ് എന്ന് പറഞ്ഞൊരു ദല്ലാള്, ആ ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിനൊക്കെ അച്ഛൻ നല്ലതെന്ന് പറയായിരുന്നു. പിന്നെ അല്ല, അന്ന് ഈ പറഞ്ഞ ഗതികേട് കൊണ്ട് ചെയ്യുന്നതാണ്. അല്ലാതെ ഈ കുന്നംകുളക്കാരനാകാനോ അല്ലെങ്കിൽ 60 വയസ്സുള്ള ക്യാരക്ടർ ആകാനോ അന്ന് എനിക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല. പക്ഷെ ഞാൻ അന്ന് ചെയ്യും. അന്നത്തെ ഓഡിയൻസ് എങ്ങനെ? നാടകത്തിന് വലിയ സ്വീകാര്യത? നാടകത്തിന് ഭയങ്കര സ്വീകാര്യത. മാത്രമല്ല അന്നത്തെ ഓഡിയൻസ് പ്രത്യേകത, ടിക്കറ്റ് വെച്ച നാടകം കളിക്കുന്നത്. ഓപ്പൺ അമ്പലം കളിയില്ലായിരുന്നു. ഞാനൊക്കെ കളിക്കാൻ വന്നപ്പം എല്ലാ ഓഡിറ്റോറിയം അല്ലെങ്കിൽ വളച്ചു കെട്ടി ഏതെങ്കിലും സംഘടനയ്ക്ക് ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അന്ന് 35,000, 40,000, 50,000 രൂപ ലാഭം കിട്ടുമായിരുന്നു. പിന്നെ അന്നത്തെ കാലത്ത് 50,000 എന്ന് വെച്ചാൽ എത്ര രൂപ? പിന്നെ അപ്പോൾ അന്ന് പൈസ കൊടുത്ത നാടകം കാണാൻ വരുന്നത്. നാടകത്തിന് വിലയുണ്ടായിരുന്നു. കാണാൻ വരുന്നവർ അത്യാവശ്യം നാടകം കാണാൻ വേണ്ടി മാത്രം വരുന്നവരാണ്. അപ്പം അച്ഛൻ വാട്ട് ഈസ് സ്റ്റേജ് എന്നുള്ളതിനെ പറ്റി അച്ഛൻ്റെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. നിൽക്കാനൊരു തറ, പിന്നിലൊരു മറ, എൻ്റെ ഉള്ളിലൊരു നാടകം, എൻ്റെ മുന്നിൽ നിങ്ങളും. അതാണ് സ്റ്റേജ് എന്നാണ്. നിൽക്കാനൊരു തറ എന്ന് വെച്ചാൽ എല്ലാവരും കാണാൻ തരത്തിൽ, പിന്നിലൊരു മറ, അത് ഡിസ്റ്റോർട്ട് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ഉള്ളിലൊരു നാടകം ഒരാശയം, എൻ്റെ മുന്നിൽ നിങ്ങളും. നിങ്ങളില്ലാത്ത നാടകമില്ല. അതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഓഡിയൻസ് അന്നുണ്ടായിരുന്നു. ഈ ഉള്ള ഓഡിയൻസോ അത്യാവശ്യം ഇന്നത്തെ ചെറുപ്പക്കാരാണ് കൂടുതൽ. ഒരു 70% ചെറുപ്പക്കാരായത്. അവരൊക്കെ അത്യാവശ്യം വായിക്കുകയും ഒരുമാതിരി ഒരു ഔട്ട്ലുക്കുള്ള ആൾക്കാരാണ്. മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് നാടകങ്ങൾ അത്രമാത്രം ഒരു നാടകം ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ എന്നോട് ഈ കഴിഞ്ഞ ദിവസം ഒരു മുത്തശ്ശൻ ഒരു 10-60 വർഷം മുമ്പ് കണ്ട നാടകം, അതിനകത്ത് ഡയലോഗ് പോലെ അങ്ങനെ ഇന്ന് ഓർത്ത് ഒറ്റ പ്രാവശ്യം കണ്ടേ ഉള്ളൂ. ഇല്ല, ഇവൻ 80കളുടെ ഒടുവ് വരെയൊക്കെ 80-85 ആ റേഡിയോ നാടകങ്ങൾ വരെ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ. അല്ല, 70കൾ അന്ന് സിനിമ അതാണല്ലോ. നമ്മുടെ ഈ 70കൾ 70s അന്നേരമായിരുന്നു ഈ നാടകങ്ങളും. ഞാൻ 71 അഭിനയിക്കാൻ തുടങ്ങിയത്. അന്ന് ഭയങ്കര ഇത് പുഷ്കരകാലം എന്നൊക്കെ പറയില്ലേ. നാടകം കാണാൻ എത്ര മൈലുകളോളം താണ്ടിയിട്ടാണ് ആൾക്കാർ നാടകം കാണാൻ പറ്റുന്നത്. 20-25 കൊല്ലമായിട്ടുള്ള നാടകത്തിന്റെ 20 കൊല്ലമായിട്ടുള്ള. അല്ല, പിന്നീട് നാടകങ്ങൾ ഈ അമ്പലപ്പറമ്പിലേക്ക് വന്നു. മോശമെന്നല്ല ഞാൻ പറഞ്ഞു. എന്തായാലും അങ്ങനെ വന്നപ്പോൾ ഈ നാടകം കാണാൻ വേണ്ടി മാത്രമല്ല വരുന്നത്. മനസ്സിലായി. ഉത്സവം കാണാൻ വരുന്നവരാ. ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ആനയെ കാണാം, അമ്പാരി കാണാം, പിന്നെ വെടിക്കെട്ട് കാണാം, പിന്നെ കച്ചവടം കാണാം, പിന്നെ ഒന്ന് രസിക്കാം, ഇതിൻ്റെ കൂടെ നാടകം കാണാം. അപ്പം അതിന് പറ്റുന്ന നാടകങ്ങളായതുകൊണ്ടാണ് നാടകത്തിന് വിലയില്ലാതെ. നാടകങ്ങൾ അവസാനിച്ചേക്കുവാന്ന് അച്ഛൻ അറിയായിരുന്നോ? അതിന്റെ കാലം ഇല്ല, അച്ഛൻ്റെ നാടകങ്ങൾ എന്നും നിലനിൽക്കും. എന്നോട് പറഞ്ഞതാ, നിനക്ക് നാടകം ഒന്ന് റിപ്പീറ്റ് ചെയ്താൽ പോരെ. ഇത്രയും നാടകങ്ങളുണ്ട്, 10-23 നാടകങ്ങളുണ്ട്, 10-30 നാടകമുണ്ട്, അതിന് 10-25 നാടകങ്ങൾ, അതൊന്ന് റിപ്പീറ്റ് ചെയ്താൽ പോരെ എന്നാൽ. അപ്പം ഞാൻ നാടകം സംവിധാനം ചെയ്യാനൊക്കെ അച്ഛൻ എന്നെ വിശ്വാസമായിരുന്നു. ഞാൻ എന്നെ ഏൽപ്പിക്കുമായിരുന്നു. അവസാനമൊക്കെ ആയപ്പോൾ പലരൊന്നും പറഞ്ഞു കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കും അതൊരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. ഒരു 5-10 ക്യാരക്ടേഴ്സിന് അറ്റ് എ ടൈം ഓരോരുത്തർക്കും പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ തലയ്ക്കകത്ത് തന്നെ ഒരു ക്യാരക്ടേഴ്സ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരുപാട് നമുക്കൊരു എക്സർസൈസാണ്. ഈ നാടകം ആയിരിക്കും കരിയർ ജീവിതം എന്ന് ആ സമയത്ത് തന്നെ തീരുമാനിച്ചിരുന്നോ? ഞാൻ കോളേജിൽ പറഞ്ഞില്ല, ലാസ്റ്റ് ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ എന്നോട് ചോദിച്ചു, ഫൈനൽ ഇയറാ, അപ്പം ഗറില്ല എന്ന് പറഞ്ഞ നാടകം അച്ഛൻ എഴുതുക. അന്ന് പി ഗോവിന്ദപ്പള്ളി ആ നാടകം പുസ്തകം അച്ഛൻ, ഗാറ്റ് ഫ്ലൈ എന്ന് പറഞ്ഞൊരു കാട്ടുകടന്നൽ, ഇങ്ങനെ പിള്ളേ ഇതിനകത്തൊരു നാടകമുണ്ട്, നമുക്കത് ചെയ്തുകൂടെ. അങ്ങനെ അതിൻ്റെ ഒരു ഇതാണ്, തീമാണ് അച്ഛൻ ഗറില്ല നാടകം എഴുതിയത്. അപ്പോൾ അതിനകത്തൊരു കോളേജ് വിദ്യാർത്ഥിയുടെ റോളുണ്ട്. അതായത് ഫസ്റ്റ് സീനേ ഉള്ളൂ, സെക്കൻഡ് സീൻ 2 സീനേ ഉള്ളൂ. സെക്കൻഡ് സീൻ ആകുമ്പം ആ ആൾ 25 വർഷം കഴിഞ്ഞിട്ട് വരുന്ന അച്ഛനാണ് അഭിനയിക്കുന്നത്. അപ്പം ഞാൻ ഈ ഫസ്റ്റ് സീനിലാണ് അഭിനയിക്കുന്നത്. അപ്പോൾ അത് ചോദിച്ചു, എന്താ ഉദ്ദേശം പഠിച്ചിട്ട്? ഞാൻ പഠിച്ചിട്ട് എനിക്ക് ഇതുവരെ ചോദിക്കാത്ത പോലെ ചോദ്യം വീട്ടിൽ വന്ന് വെറുതെ ഇരുന്നപ്പം ഞാൻ പറഞ്ഞില്ല, പഠിച്ചിട്ട് അങ്ങനെയൊന്നുമില്ല. അല്ല, ജോലിയൊന്നും അല്ല, പ്രത്യേകിച്ച് എന്തെങ്കിലും ജോലി ചെയ്യാൻ അങ്ങനെ ജോലിയൊന്നുമില്ല. ജയിക്കുമോ? അറിയാൻ മേല.
ഞാൻ ചോദിച്ചെന്താ വെച്ചാൽ ഞാൻ നാടകം എഴുതുന്നുണ്ട് അടുത്ത വർഷം. അപ്പോൾ അടുത്ത വർഷത്തിൽ അത് ഒരു നല്ല റോളുണ്ട്, നീ അഭിനയിക്കുകയാണെങ്കിൽ ഞാനത് ആ റോള് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അഭിനയിച്ചോളാം, ഇത് എനിക്ക് എങ്ങനെയെങ്കിലും ഈ പരിപാടി പൂട്ടിക്കിട്ടിയോ എന്ന് വെച്ചിരിക്കുക. പഠനം എനിക്ക് ഒട്ടും താല്പര്യമുള്ള കാര്യമല്ല. അങ്ങനെയാണ് ഞാൻ നാടകത്തിലൊരു ഫുൾ ടൈം നാടകം. അതിന് മുമ്പ് നാടകത്തിൽ അഭിനയിക്കുന്നത്, ഈ പറഞ്ഞില്ലേ പലർക്കും പകരക്കാരനായിട്ടൊക്കെ അഭിനയിക്കുന്നുണ്ട്. പിന്നെ അന്ന് 72 മുതൽ പിന്നെ ട്രൂപ്പിന് നടത്തിപ്പോയി. പിന്നെ ഫുൾ ടൈം നാടകം മാത്രമായിരുന്നു. അതൊരു അച്ഛന്, പക്ഷേ അച്ഛൻ സംവിധാനവും അച്ഛൻ എല്ലാ നാടകത്തിനും തന്നെ സംവിധാനമൊക്കെ അച്ഛൻ തന്നെ. പക്ഷെ പിന്നീട് പല കാര്യങ്ങളും അഡ്മിനിസ്ട്രേഷൻ എല്ലാ കാര്യങ്ങളും ചെയ്യാം. പിന്നെ എല്ലാം എനിക്ക് കട്ടം കെട്ടുന്നതും, വണ്ടി ഓടിക്കും, കട്ടം കെട്ടാം, എന്ത് പരിപാടി അറിയാം. അപ്പം അങ്ങനെ ഇതുമായിട്ടങ്ങ്. ഈ കാബാലിക സിനിമയായ സാഹചര്യം എങ്ങനെയാണ്? അത് അച്ഛനും നാടകം ക്രോസ് ബെൽറ്റ് എന്ന നാടകം സിനിമയായി. അങ്ങനെയാണ് ക്രോസ് ബെൽറ്റ് മണി എന്നുള്ള പേര് വന്നത്. അതിന് സത്യമാഷക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ നാടകത്തിൽ. അത് എങ്ങനെ മണിച്ചേട്ടൻ തന്നെയാണ് ഞാൻ കാബാലിക സിനിമ ആക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ 73 കാബാലി മിക്കവാറും ഓടി കഴിഞ്ഞു. അങ്ങനെ വന്നു, ചിറ്റ അഭിനയിക്കുന്നു, അച്ഛൻ അഭിനയിക്കുന്നു, ഞാൻ കൂടെ വണ്ടി ഓടിക്കാൻ വേണ്ടി പോയതാണ്. അച്ഛനെ അതുവരെ സിനിമയിൽ അഭിനയിച്ചില്ല, പിന്നെ അതിനകത്ത് അഭിനയിക്കാൻ തീരുമാനിക്കുകയാണ്. അച്ഛൻ അതിന് മുമ്പ് ശരിക്കും പറഞ്ഞാൽ അച്ഛൻ അഭിനയിക്കാൻ പോയതാണ് പണ്ട്. മനസാക്ഷി എന്ന് പറഞ്ഞൊരു സിനിമ, അത് അഖിലേശ്വര അയ്യർ എന്ന് പറഞ്ഞിട്ട് കോട്ടയത്ത് ഒരാളായിരുന്നു എൻ്റെ പ്രൊഡ്യൂസർ. അപ്പം അച്ഛനെ കൂട്ടി എന്താ വെച്ചാൽ പ്രധാനമായിട്ട് എഴുത്താൻ സ്ക്രിപ്റ്റ് ഒന്ന്. അപ്പം അച്ഛൻ അത്യാവശ്യം പ്രസംഗിക്കാനൊക്കെ അച്ഛനെ പറ്റി അച്ഛനെ എല്ലാവരും സാർ എന്നൊക്കെ വിളിക്കുന്ന നാട്ടിൽ. അപ്പം അങ്ങനെ അത്യാവശ്യം വിവരമുള്ള ഒരാളെന്നുള്ള രീതിയിൽ അദ്ദേഹം അച്ഛനെ കൂട്ടി പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആരാണ്ടെന്തോ പറഞ്ഞു, തമിഴന്മാരല്ലേ, ഇവിടെ പക്ഷിരാജ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ അവിടെ വെച്ചായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ മുഖത്തോട് ഞാൻ കൈ ചൂണ്ടിയെടുത്ത് എന്തോ പറഞ്ഞു, അച്ഛൻ ഒരടി വെച്ച് കൊടുത്തു. അവൻ തമിഴിനാണ്. അപ്പോൾ അവരെല്ലാം കൂടെ കൂടി അച്ഛൻ പറഞ്ഞു, ഇനി എൻ്റെ നേരെ ആരാദ്യം വന്നാലും അവനെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞ ഒറ്റയ്ക്ക് അങ്ങനെ ചാത്തിയൊക്കെ എടുത്തു. അതോടെ പോയി, അതോടെ സിനിമാ ജീവിതം തീർന്നു, അതോടെ സിനിമ. അല്ല അങ്ങനെയാണ് സിനിമ. പിന്നെ സിനിമ പുള്ളിക്ക് അത്ര താല്പര്യമുള്ള കാര്യമായിരുന്നില്ല. പിന്നെ ഇത് വന്നു കാബാലികയിലേക്ക്. പിന്നെ അങ്ങനെ മണിച്ചേട്ടനാണ് കാബാലിയ ചെയ്യാൻ പറഞ്ഞത്. അങ്ങനെ കാബാലിയ അച്ഛൻ അഭിനയിച്ചു. അങ്ങനെ ഞാൻ ആ കൂടെ പോയപ്പോൾ എന്നെ ഒരു റോളുണ്ട്, ഒരു ഗിറ്റാർ വായിച്ച് പാട്ടൊക്കെ പാടി ഷീലയുടെ കൂടെ 2 സീനും ഒക്കെ ഉണ്ട്. ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ അടുത്ത് ഞാൻ ചെല്ലുന്നതാണ്. പ്രോസ്റ്റിറ്റ്യൂഷൻ സെൻ്റർ നടത്തുന്ന സ്ഥലം. അവിടെ ഒരുപാട് ആൾക്കാർ. അഭിനയിക്കാൻ പോയതൊന്നുമല്ല. അല്ലല്ല, ഞാൻ ഈ വണ്ടി ഓടിക്കാൻ പോയതാ. അച്ഛനെ അപ്പം എനിക്ക് ഈ ഷൂട്ടിംഗ് അന്നാ കാണുന്നത്. അപ്പം തന്നെ എനിക്കെന്തോ ഇത് പറ്റുന്ന പണി ഞാൻ തോന്നിയില്ല. കാരണം വെച്ചാൽ ഈ ക്യാമറ വെച്ചിട്ട് അവിടെ നോക്കൂ, അത് കഴിഞ്ഞിട്ട് ഓരോ ക്യാരക്ടേഴ്സിൻ്റെ പേര് പറഞ്ഞാൽ അവിടെ നോക്കിച്ചിരിക്കുക, ഇവിടെ നോക്കിച്ചിരിക്കുക. നമ്മൾ ഈ നാടകത്തിൽ ഇങ്ങനെ നിന്ന് അഭിനയിച്ചിട്ടില്ലേ ഉള്ളൂ. അപ്പം ഞാൻ പറയാം, അച്ഛാ ഞാൻ ശരിയാകുമല്ല, അച്ഛൻ കുഴപ്പമൊന്നുമില്ല. മണിച്ചേട്ടൻ ആ കുട്ടൻ നീ ചെയ്യടാ ധൈര്യം. അങ്ങനെയാണ് അതിനകത്ത് വന്ന് പെട്ടത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് എനിക്ക് അഭിനയിക്കണം എന്ന് തോന്നി. എന്ന് വെച്ചാൽ നമ്മൾ ഈ സിനിമയൊക്കെ അഭിനയിക്കുന്നത് എന്താ, നമ്മുടെ ഫെയിം അതാണല്ലോ. ഞാൻ അന്ന് തന്നെ ആൾക്കാർ അത്യാവശ്യം അറിയും, എവിടെ പോയാലും. അന്ന് എൻ പിള്ളയുടെ മകൻ എന്ന് അറിയുന്നത്. ഇപ്പം സ്റ്റേജ് വന്നാൽ തന്നെ മകനാ മറ്റേ ഭാര്യ, അല്ലെ പെങ്ങള്, ഇങ്ങനെയാണ് ആൾക്കാർ പിറുപിറുക്കും. പെങ്ങന്മാർ വിളിച്ചിട്ടുണ്ട്. പിന്നെ മുത്തുപെങ്ങളും വലിയ അവരുടെ കാബാലിക, എൻ്റെ പെങ്ങന്മാരും കാബാലികയായിട്ട് അഭിനയിച്ചവളല്ലേ മൂത്ത ചേച്ചി സുലോചന, ഗംഭീര ആർട്ടിസ്റ്റായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരെയും ആൾക്കാർ അറിയും, നമ്മളെ തിരിച്ചറിയാന്നുള്ളതാണല്ലോ ഒരു കലാകാരൻ്റെ ഏറ്റവും വലുത്. അപ്പോൾ എനിക്കന്ന് ഈ പറഞ്ഞ നാടകത്തിൽ അന്ന് സിനിമയെക്കാട്ടിലും വിലയുണ്ടായിരുന്നു, ഒരുപാട് ഉണ്ടായിരുന്നു. ഒരു മോശപ്പെടുത്തി ഞാൻ പറയല്ല, എന്ന് വെച്ചാൽ എൻ പിള്ളയുടെ നാടകം, തോപ്പിൽ ബാസി, PG ആൻ്റണി, KT മുഹമ്മദ്, SL സദാനന്ദൻ എന്ന് വേണ്ട ഒരു വലിയ നാടക എഴുത്തുകാരുണ്ടായിരുന്നു, ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു, ചാച്ചപ്പൻ ഗീത ആർട്സ് ക്ലബ്ബ്, അത് എഴുത്തുകാരനല്ലെങ്കിൽ പോലും അങ്ങനെ വലിയൊരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഒരു യൂണിവേഴ്സിറ്റികളായിരുന്നു. അവിടെ അഭിനയിച്ച് വളർന്ന ആൾക്കാരാണ് പിൽക്കാലത്ത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. ക്യാരക്ടർ റോളുകൾ ചെയ്തിരിക്കുന്ന മലയാള സിനിമയിലെല്ലാം സ്റ്റേജിൽ നിന്ന് വന്നവരാണ്. പപ്പുവാട്ടനാണെങ്കിൽ ശരി, കൊടുകുണ്ടി കൃഷ്ണൻ, നോക്കിക്കോളൂ, ആരെ വേണമെങ്കിലും എല്ലാവരും അങ്ങനെ വന്ന. അല്ല, അച്ഛനും പിന്നെ എന്നാ സിനിമയ്ക്ക് പോകാൻ അതിനുശേഷം അച്ഛൻ അങ്ങനെ താല്പര്യം. സ്റ്റേജിൽ ഒരു നടൻ അനുഭവിക്കുന്ന ഫ്രീഡം സിനിമയിലില്ല. അച്ഛനതാണ്, അച്ഛൻ്റെ ഒരു ഫ്രീഡം ഉണ്ടല്ലോ. അത് ഈ ഗോഡ് ഫാദറിന് ചെന്നപ്പോഴും അച്ഛന് അപ്പം ഇങ്ങനെ അച്ഛൻ എന്താ വേണ്ട, അച്ഛന് പിള്ളേരെ പോലെ എന്താ വേണം, അല്ല അത് സാറങ്ങ് അല്ലല്ല നിങ്ങൾ പറ എന്ന് പറയും. അത് ഈ ഗോഡ് ഫാദർ അഭിനയിക്കാൻ കാരണം ഇത് വേണ്ടെന്ന് വെച്ചിട്ട് ഇത്രയും അതിനുശേഷം ഇത്രയും വർഷം 91-ലായിരുന്നു അല്ലേ, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അച്ഛൻ അതിലേക്ക് വരാൻ കാര്യം
തിലകഞ്ചേട്ടൻ അഭിനയിക്കുന്ന റോളാണ്. പെട്ടെന്ന് തിലകഞ്ചേട്ടൻ ഒരു ഹാർട്ട് സർജറി വന്നു, പെട്ടെന്നാണ് വന്നത്. അങ്ങനെ നല്ലൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു, അത് ഗംഭീര ക്യാരക്ടർ, അത് അച്ഛൻ ചെയ്താലും ഗംഭീരമായിക്കെന്ന് പറഞ്ഞത് ഞാൻ സിദ്ധിക്കണമെന്ന് പറയട്ടെ. അപ്പം ഞങ്ങൾ തമ്മിൽ ഇടയ്ക്ക് ഇങ്ങനെ അച്ഛനാ ഒരു ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഷൂട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ ഞാൻ റോഡിൽ കിടന്ന് അടി വീഴുന്നു. എന്നോട് നീനൊക്കെ എൻ്റെ ഗതി വന്നല്ലോ. വില്ലൻ നമ്മുടെ EMS ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാനങ്ങനെ എത്രയോ അച്ഛനെ കാണാൻ വന്നു. ഇവിടെ പക്ഷെ മൂസിനെ കാണാൻ വന്നു. അപ്പൊ ഇവിടെ വന്നു. അച്ഛൻ ഇത്രയും വലിയ ആളായിട്ട് സിനിമയിലേക്ക് തന്നെ എത്താനായിട്ട് വൈകിയത് എനിക്കറിയില്ല. അല്ല, വിജയരാഘവൻ സാർ. ഞാനോ? ഇല്ല, അത് പടം ഓടിയില്ല. പടം ഓടിയില്ലെങ്കിൽ അറിയാമല്ലോ സിനിമയിലെ ശൗനം മോശ. അതുകൊണ്ട് ആ സിനിമയിൽ ഞാൻ ഒരിക്കൽ പോലും ഗ്ലിസറിന് ഉപയോഗിച്ചിട്ടില്ല. അതിന് കൂടുതലും സങ്കടമുള്ള സീനുകളാണ്.